കൃപാസന മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ കയറി സാക്ഷ്യം പറയാൻ എന്നെയും എൻ്റെ കുടുംബത്തിനെയും തിരഞ്ഞെടുത്തതിനെ ഓർത്ത് മാതാവിനും ദൈവത്തിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് റീജ ഫ്രാങ്ക്ലിൻ. ഞാൻ തിരുവനന്തപുരം പൂവാർ എന്ന ഇടവകയിൽ നിന്ന് വരികയാണ്. ഇത് എൻ്റെ മക്കൾ കരോളിൻ ഡിയോണ, അലൻ ഫ്രാങ്ക്ലിൻ. ഞാൻ ആദ്യമായി കൃപാസന മാതാവിനെ അറിയുന്നത് 2023 മാർച്ച് മാസമാണ്. ഞങ്ങൾ ദുബൈയിലായിരുന്നു ഫാമിലിയായിട്ട് താമസം. ഞങ്ങൾ വളരെയധികം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. ആ സമയത്ത് ചേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ ഞങ്ങളുടെ റൂമിൽ വരികയും ഞങ്ങളുടെ അവസ്ഥകളെല്ലാം കേട്ട് മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷം ഇങ്ങനെ ആലപ്പുഴയിൽ ഒരു കൃപാസന മാതാവുണ്ടെന്നും ഇവിടുത്തെ വിശേഷങ്ങൾ ഞങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കുകയും ചെയ്യുകയായിരുന്നു. ആ ചേട്ടന് ഒരുപാട് വർഷമായി ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാതിരിക്കുകയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് പ്രകാരം ആ ചേട്ടൻ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയെന്നും പറഞ്ഞ് ഞങ്ങളുടെ സാക്ഷ്യം പങ്കുവയ്ക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഒരാകാംക്ഷയായിരുന്നു എന്താ ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി. ആ ഇടയ്ക്ക് തന്നെയാണ് എൻ്റെ അമ്മയുടെ സഹോദരിയും ഞങ്ങളെ വിളിച്ചിങ്ങനെ പറയുകയായിരുന്നു, ഇങ്ങനെ കൃപാസന മാതാവുണ്ട്, അവിടെ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ടുകളെല്ലാം മാറുമെന്നും എല്ലാ തടസ്സങ്ങളും പ്രതിസന്ധികളും മാറിക്കിട്ടുമെന്നും പറയുകയായിരുന്നു. അങ്ങനെ ഞാൻ മാർച്ച് മാസം 2023 3-ാം തീയതി ഓൺലൈൻ ഉടമ്പടി എടുക്കുകയായിരുന്നു. ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും അവിടെ പള്ളിയിൽ പോകുമായിരുന്നു. അങ്ങനെ ആ ഞായറാഴ്ച പള്ളിയിൽ പോയപ്പോൾ അച്ഛൻ പ്രസംഗത്തിലൂടെ ഇങ്ങനെ പറയുകയുണ്ടായി. അച്ഛൻ ഇങ്ങനെ ഓരോരുത്തരുടെ ജീവിത കഥകൾ ഇങ്ങനെ പറയുന്ന കൂട്ടത്ത് അച്ഛൻ്റെ ഒരു ഇത് ഞങ്ങളെ സ്പർശിക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ പലരും പല ബുദ്ധിമുട്ടുകൾ വന്നാലും ഇവിടെ തന്നെ തുടർന്നുകൊണ്ടേ പോകും, അവർ നാട്ടിലോട്ട് പോകത്തില്ല. കാരണം അവർക്ക് പേരും പെരുമയാണ് വേണ്ടതെന്നും കാരണം അവർക്ക് വേറെ എന്ത് അവരെ കാത്തിരിക്കുന്നുണ്ടെന്നും അതവർ മനസ്സിലാക്കുന്നില്ല എന്നുമൊക്കെയാണ് അച്ഛൻ്റെ പ്രസംഗത്തിലൂടെ അച്ഛൻ പറയുകയുണ്ടായി. അതിനുശേഷം എൻ്റെ ചേട്ടൻ വീട്ടിൽ വന്നതിന് ശേഷം എന്നോട് പറയുകയായിരുന്നു, നമുക്ക് നാട്ടിലോട്ട് പോകാമോ എന്ന് ചോദിച്ചു. കാരണം എൻ്റെ ചേട്ടൻ അവിടെ ഒരു സബ് കോൺട്രാക്റ്റിംഗ് ജോബായിരുന്നു. അവിടെ കൊറോണയ്ക്ക് ശേഷം ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളായിരുന്നു അവിടെ. ഞാൻ അതിനു മുമ്പേ ചേട്ടനെ അവിടെ നിന്ന് നാട്ടിലോട്ട് വിളിക്കുമ്പോൾ ചേട്ടന് വരാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു, അതൊക്കെ നിർത്തി വരാൻ വേണ്ടി. പെട്ടെന്ന് ചേട്ടൻ തന്നെ ഇങ്ങോട്ട് പറയുകയായിരുന്നു, നമുക്കെല്ലാം നിർത്തി നാട്ടിലോട്ട് പോകാമോ എന്ന് ചോദിച്ചു. കാരണം ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം മാതാവാണ് അച്ഛനിലൂടെ സംസാരിച്ചു എന്ന് ഞങ്ങൾക്കൊരു തോന്നലുണ്ടാകുകയായിരുന്നു ചെയ്തത്. അതിനുശേഷം ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഞങ്ങളെല്ലാം നാട്ടിലോട്ട് പോകാമെന്ന് തീരുമാനിച്ചതേ ഉള്ളൂ. ഞങ്ങൾക്കെല്ലാം പെട്ടെന്ന് നാട്ടിലോട്ട് പോകേണ്ട എല്ലാ വഴിയും ഞങ്ങൾക്ക് തുറന്നു കിട്ടി. അങ്ങനെ ഞങ്ങൾ നാട്ടിലോട്ടെത്തി. ഞങ്ങൾ നാട്ടിലെത്തി 2 ആഴ്ച കഴിഞ്ഞ ശേഷം എൻ്റെ ചേട്ടനും എല്ലാം അവിടെ ഫിനിഷാക്കി നാട്ടിലെത്തുകയായിരുന്നു. ചേട്ടന് നാട്ടിൽ നിൽക്കാൻ അധികം താല്പര്യമില്ല. എന്ന് വെച്ചാൽ സ്വന്തമായിട്ടൊരു ഭവനമില്ലാത്തത് കാരണം ഞങ്ങളുടെ വിവാഹം തീർന്ന് 13 വർഷമായിരുന്നു. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടില്ലാത്തത് കാരണം ചേട്ടൻ നാട്ടിൽ നിൽക്കാൻ അധികം താല്പര്യം ഒട്ടുമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾക്കൊരു 5 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു. ആകെയുള്ള ഞങ്ങളുടെ സമ്പാദ്യം ആ സ്ഥലം മാത്രമായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കാൻ ഞാൻ ഇവിടെ വരികയുണ്ടായിരുന്നു മാർച്ച് 23-ാം തീയതി. അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് ഞങ്ങൾക്കൊരു ഭവനം വേണമെന്നും ചേട്ടന് അടുത്തൊരു ജോലി വേണമെന്നും ഒക്കെയായിരുന്നു എൻ്റെ നിയോഗം വെച്ചത്. കാരണം സ്വന്തമായി ഭവനം പണിയാൻ എൻ്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ലായിരുന്നു. ഞാൻ മാതാവിനെ നിയോഗത്തിൽ വെച്ച് കൊടുത്തു. മാതാവ് എൻ്റെ അവസ്ഥയെല്ലാം അമ്മയ്ക്ക് അറിയാമല്ലോ, ഈ ഭവനം വയ്ക്കാൻ വേണ്ടി അമ്മയ്ക്ക് താല്പര്യമാണെങ്കിൽ അമ്മ എനിക്ക് എന്തെങ്കിലും ഒരു വഴി തുറന്നു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്കവിടെ ഞാൻ എൻ്റെ സ്ഥലത്തിൻ്റെ പ്രമാണം ഒരു സൊസൈറ്റിയിൽ പണയം വയ്ക്കുകയും അവിടെ നിന്ന് 5 ലക്ഷം രൂപ ഞങ്ങൾക്ക് അനുവദിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു മാതാവാണ് എന്നെ തിരഞ്ഞെടുത്തെന്ന് വിചാരിച്ചിട്ട് അവിടെ ഭവനത്തിൻ്റെ പണി പൂർത്തിയാക്കി. സ്വന്തമായി 1 രൂപയില്ലാതെ ആ ലോണിൻ്റെ 5 ലക്ഷം രൂപ കൊണ്ടാണ് ഞാൻ ഭവനത്തിൻ്റെ പണി തുടങ്ങിയത്. അങ്ങനെ ഭവനം ഒരു തടസ്സവും കൂടാതെ 1 വർഷത്തിനുള്ളിൽ തന്നെ, എന്നുവെച്ചാൽ എൻ്റെ ചേട്ടൻ്റെ ഫാമിലിയിൽ നിന്നും എൻ്റെ ഫാമിലിയിൽ നിന്നും പലിശയില്ലാതെയും ചെറുതും വലുതുമായി ഞങ്ങൾ ഒരുപാട് പേര് പൈസ സഹായിച്ചു. അങ്ങനെ ഭവനത്തിൻ്റെ പണി എനിക്ക് പൂർത്തിയാക്കാൻ സാധിച്ചു. അതിനിടയ്ക്ക് തന്നെയാണ് എൻ്റെ ചേട്ടൻ വേറെ യൂറോപ്യൻ കൺട്രീസിലോട്ട് പോകാൻ വേണ്ടി IELTS എക്സാം പ്രിപ്പയർ ചെയ്യുകയും ആ എക്സാം പാസ്സാവുകയും ആൾക്ക് കാനഡയിൽ പോകാൻ വേണ്ടി സ്റ്റുഡൻസ് വിസ റെഡിയാവുകയും ചെയ്തു. അങ്ങനെ 2024 മെയ് മാസം 22-ാം തീയതി ഞങ്ങൾ വീട്ടിൽ കയറുകയും എൻ്റെ ചേട്ടൻ ഓഗസ്റ്റിൽ കാനഡയിലോട്ട് പോവുകയും ചെയ്തു. അവിടെ ചെന്നപ്പോൾ കുറച്ച് തുടക്കത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയും പിന്നെ ഒരു മുസ്ലിം സഹോദരൻ ആ ചേട്ടനെ സഹായിക്കുകയും ചെയ്തു. അങ്ങനെ ചേട്ടൻ ഇപ്പം കുഴപ്പമില്ലാതെ നിൽക്കുകയാണ് അവിടെ. പിന്നെ എൻ്റെ മക്കളുടെ രോഗസൗഖ്യം എന്ന് പറയുന്നത് എൻ്റെ മോനെ ഞാൻ പ്രസവിച്ചത് ഗവൺമെൻറ് ആശുപത്രിയിലാണ്. പക്ഷേ അതിനുശേഷം അവനെ ഞാൻ എന്ത് അസുഖം വന്നാലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോകുന്നത്.
അങ്ങനെ അവന് ചെറിയ ശ്വാസം മുട്ടലുകൾ വരികയും എപ്പോൾ 2 മാസം 3 മാസം കൂടുമ്പോൾ ശ്വാസം മുട്ടൽ വരും. ഞാൻ പോയി അഡ്മിറ്റാകും, പ്രൈവറ്റിൽ പോയി അഡ്മിറ്റാകും. അങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ 2023 ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ മാതാവിന് നിയോഗത്തിൽ വെച്ച് കൊടുത്ത്, മാതാവേ, എൻ്റെ മോൻ ഇത് പൂർണ്ണമായി സൗഖ്യം കിട്ടുകയാണെങ്കിൽ ഞാൻ എൻ്റെ മോനെയും കൊണ്ടുവന്ന് സാക്ഷ്യം ചെയ്യാമെന്ന് ഞാൻ നേർന്നിരുന്നു. അങ്ങനെ ഞാൻ മോനെ കൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് സാക്ഷ്യം പറയാൻ വേണ്ടി. അതുപോലെ തന്നെയാണ് എൻ്റെ മോക്കും ഇതുപോലെ ഞങ്ങൾ ഗൾഫിലായിരിക്കുമ്പോൾ നാട്ടിൽ വരുന്ന സമയത്തെല്ലാം എൻ്റെ മോക്ക് കാലിലൊക്കെ ചൊറിച്ചൽ പോലെ വരും. രാത്രി ഉറങ്ങാനൊന്നും പറ്റത്തില്ല. അവൾക്ക് 2 കാലും ഫുൾ ചൊറിച്ചൽ പോലെ വന്ന് വെള്ളം പോലെ വീർത്തിരിക്കും 2 കാല്. അവൾ ഉറങ്ങാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുമായിരുന്നു. ഞാൻ ആശുപത്രിയിൽ പോയും ആയുർവേദത്തിൽ പോയി മരുന്നിടുന്ന സമയത്ത് മാത്രം അവൾക്ക് സൗഖ്യം കിട്ടും. അതിനുശേഷം വീണ്ടും അവൾക്ക് അതിശയമായി തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം നേർച്ച ഉപ്പ് ചെറുചൂട് വെള്ളത്തിലിട്ടിട്ട് അവളുടെ കാല് അരമണിക്കൂർ ഞാൻ വെള്ളത്തിൽ മുക്കി വച്ചിരിക്കും. വിശ്വാസ പ്രമാണം അവളെ കൊണ്ട് പറയിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ ഫലമായിട്ട് രാത്രി കിടക്കുന്ന സമയമാകുമ്പോൾ ഞാൻ ഉടമ്പടി തൈലവും അല്പം ഉപ്പും കൂടെ എടുത്ത് 2ഉം കൂടെ ചേർത്ത് അവളുടെ കാലിൽ പുരട്ടി കൊടുക്കും. അങ്ങനെ തുടർച്ചയായി ഒരാഴ്ച ചെയ്തതിൻ്റെ ഫലമായി അവളുടെ ആ അസുഖം പൂർണ്ണമായി അവൾക്ക് മാറിക്കിട്ടുകയും അവൾക്ക് ഇപ്പോൾ കാലിൽ ഒരു പാടോ ഒരടയാളമോ ഇല്ലാത്തൊരവസ്ഥ അവൾ മാറുകയും ചെയ്തിരുന്നു. അതുപോരാത്തത് കൊണ്ട് എൻ്റെ രോഗസൗഖ്യം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എന്നെ അലട്ടുന്ന ഏക പ്രശ്നം, എൻ്റെ കല്യാണം കഴിഞ്ഞ് 13 വർഷമായി. ഞാൻ ഈ 13 വർഷം കൊണ്ട് പലിശ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്നും പലിശ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. കാരണം എനിക്ക് ആ ഒരു ടെൻഷൻ കാരണം എൻ്റെ ഇടത് സൈഡ് എനിക്ക് എപ്പോഴും ഇങ്ങനൊരു വേദന പോലെ വരും. ഈ 5 വിരൽ നരമ്പൊക്കെ വലിച്ചു മുറുക്കുന്ന ഒരു വേദനയാണ് എനിക്കെപ്പോഴും അനുഭവപ്പെടുന്നത്. അത് കാരണം ഞങ്ങൾ പല ട്രീറ്റ്മെൻറ്റും പല സ്കാനിങ് എടുത്തപ്പോൾ അവർ പറഞ്ഞ ഒരു കുഴപ്പവുമില്ല. പക്ഷേ എനിക്ക് വേദന എന്നെ വിട്ട് മാറുന്നില്ലായിരുന്നു. അവസാനം ഞങ്ങൾ ഫിസിയോതെറാപ്പി ചെയ്യാൻ പോയപ്പോൾ ആ ഡോക്ടർ എന്നോട് പറഞ്ഞ്, അധികം ടെൻഷനൊന്നും അടിക്കരുത്, എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക, ടെൻഷൻ അടിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞ്. പക്ഷേ എന്നാലും അത് എന്നെ എപ്പോഴും അലട്ടിക്കൊണ്ടേയിരുന്നു. എനിക്ക് ടെൻഷൻ അടിക്കാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം എൻ്റെ ജീവിതശൈലി അങ്ങനെയായിരുന്നു. അതിനിടയ്ക്ക് ഞാൻ ഇവിടെ 5ാമത്തെ ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്ന് ഉടമ്പടി പുതുക്കി നമ്മുടെ സാക്ഷ്യപത്രം നമ്മുടെ ഈ സാക്ഷ്യപേടകത്തിൽ നിക്ഷേപിക്കാൻ വേണ്ടി ഇതിനകത്ത് പോയപ്പോഴത്തേക്ക് ഒരു മാതാവിൻ്റെ ഒരു പുതിയ രൂപം ഇരിക്കുന്നു അതിനകത്ത്. കാരണം ഇത്ര നാൾ അവിടെ ഒരു ഫോട്ടോയാണ്, മാതാവിൻ്റെ ഒരു ഫോട്ടോയാണ് ഇരുന്നത്. അന്നായപ്പോൾ ഒരു മാതാവിൻ്റെ പുതിയ രൂപം ആ മുഖത്ത് നോക്കിയപ്പോൾ എന്തോ നല്ലൊരു പ്രത്യേകത തോന്നി എനിക്ക് ആ ഫേസിൽ നിന്ന്. ഞാൻ ആ ഫേസ് തൊട്ടു. കാരണം നമുക്ക് വേറെ ഒരു ഇതും നമുക്ക് തൊടാൻ പറ്റുന്നില്ല. എല്ലാ മാതാവും കൃപാസന മാതാവെല്ലാം കണ്ണാടി കൂടിനകത്താണ് ഇരിക്കുന്നത്. ആ മാതാവ് മാത്രം സെപ്പറേറ്റ് ഇരിക്കുന്നു. ഞാൻ ആ മാതാവിൻ്റെ കൈ പിടിച്ചു എൻ്റെ കൈ തൊട്ട് ആ മാതാവിൻ്റെ കൈ ഞാൻ ചേർത്ത് വെച്ചു. എന്തോ ആ സമയത്ത് എൻ്റെ ആ കൈക്ക് ഭയങ്കര വേദന എന്ന് പറയുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്തോ ആരോ പിടിച്ച് വലിക്കുന്നത് പോലെ എനിക്കൊരു അനുഭവം തോന്നി. ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, എനിക്ക് ഇങ്ങനൊരു വേദന ഉണ്ടല്ലോ എന്നും ഞാൻ ചിന്തിച്ച്. പക്ഷേ അതിനുശേഷം എനിക്ക് ആ വേദന വന്നിട്ടേ ഇല്ല ഇതുവരെയ്ക്ക്. എത്ര ടെൻഷൻ എത്ര കാര്യം വന്നാലും എനിക്ക് അങ്ങനെ വേദന വരാറില്ല. ഞാനിപ്പോൾ സന്തോഷവതിയാണ്. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം, പിന്നെ ഞാൻ ലൈസൻസ് എടുത്ത്, ഞാൻ 2 വീലറിൻ്റെ ലൈസൻസ് എടുത്ത് 1 വർഷം പോലെ ലൈസൻസ് ഞാൻ വീട്ടിൽ വച്ചിരിക്കുന്നത്. കാരണം എനിക്ക് പേടിയാണ് വണ്ടി ഓടിക്കാൻ. റോഡിൽ ലൈസൻസ് കിട്ടി, പക്ഷേ എനിക്ക് റോഡിൽ വണ്ടി ഓടിക്കാൻ പേടിയാണ് എനിക്ക്. പക്ഷെ ഞാൻ ഒരുപാട് സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു. സാക്ഷ്യങ്ങൾ കേൾക്കുന്ന കൂട്ടത്ത് ഇങ്ങനെ മാതാവിൻ്റെ ഈ കീ ചെയിനും വണ്ടിയിൽ വച്ചിരിക്കുമ്പോൾ അവർക്കൊരു ആപത്തും വരത്തില്ല. വരുന്ന അപകടങ്ങളെല്ലാം അവർ ദൂരെ നിന്ന് അകന്നു പോകുന്നത് പോലെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. പിന്നെ ഞാനും ചിന്തിച്ചു, എൻ്റെ അടുത്ത് മാതാവിൻ്റെ കീ ചെയിൻ ഉണ്ടല്ലോ, ഞാൻ എന്തിനാ പേടിക്കുന്നത്, ഞാൻ ഉടമ്പടിയിലല്ലേ, ഞാനും എന്തിനാ പേടിക്കുന്നത് വിചാരിച്ച് ഞാൻ ധൈര്യത്തോടെ വണ്ടി എടുക്കാൻ തുടങ്ങി. പക്ഷേ ഇന്ന് ഈ നിമിഷം വരെ എനിക്കൊരു അപകടവും പറ്റിയിട്ടില്ല. കാരണം മാതാവിൻ്റെ സംരക്ഷണം എന്നും എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. കാരണം 2 പ്രാവശ്യം ഞാൻ എൻ്റെ ഈ മോനും കൂടെ സ്കൂട്ടിയിൽ പോകുമ്പോൾ പട്ടി ഞങ്ങളുടെ കുറുകെ 2 വട്ടം ചാടിയിട്ടുണ്ട്. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല. ഞങ്ങളെന്തോ രക്ഷപ്പെട്ടു പോകുകയായിരുന്നു. പക്ഷേ എൻ്റെ മോൻ തമാശയ്ക്ക് എന്നുള്ള കാര്യത്തിനാണെന്ന് എനിക്കറിയില്ല. എന്നോട് പറഞ്ഞ്, അമ്മ ചെന്ന് സാക്ഷ്യം പറയണം. കാരണം അത്രയ്ക്ക് മാത്രം ഞങ്ങൾ 2നും പേടിച്ചിരുന്നത്. പട്ടി കുറുകെ ചാടിയപ്പോൾ ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. ആ ഒരു അനുഭവം. അപ്പോൾ മാതാവിൻ്റെ സംരക്ഷണം എന്നും എൻ്റെ കുടുംബത്തിൻ്റെയും കൂടെയുണ്ട്. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാൻ കൃപാസന പത്രം ആദ്യം കൊടുക്കാൻ എനിക്കൊരു മടിയുണ്ടായിരുന്നു. പിന്നെ ഞാൻ സന്തോഷത്തോടെ പത്രം ഇവിടുത്തെ കാശ് രൂപവും മാതാവിൻ്റെ ഫോട്ടോയും വാങ്ങിച്ച് എല്ലാവർക്കും വിതരണം ചെയ്യും. ഞാൻ സന്തോഷത്തോടെ വിതരണം ചെയ്യും. കാശ് രൂപം ഇഷ്ടംപോലെ ഞാൻ വാങ്ങിച്ച് എല്ലാവർക്കും കൊടുക്കും. അതുപോലെ തന്നെ മാതാവിൻ്റെ ചെറിയ ഫോട്ടോസ് വാങ്ങിച്ച്, മാതാവിൻ്റെ ഫോട്ടോ ഇല്ലാത്ത വീടുകളിൽ അവർക്ക് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാകുമ്പോൾ ഒരേ ഫോട്ടോ ഞാൻ വീട്ടിൽ കൊണ്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ തുടർന്നു കൊണ്ടേയിരിക്കുന്നു. എനിക്ക് എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോകാൻ പറ്റുന്നുണ്ട്, വൈകുന്നേരം വീട്ടിൽ ജപമാല പഠിക്കാനും പറ്റുന്നുണ്ട്, ബൈബിൾ വായിക്കുന്നുണ്ട് ഞാൻ. പിന്നെ എൻ്റെ ഈ മോന് 10 വയസ്സായിട്ടില്ല. ഈ മാസം 29
29-ാം തീയതി ആകുമ്പം അവന് 10 വയസ്സാണ്. അവൻ 6 മാസത്തിന് മുമ്പേ ഓട്ടർ ബോയ് ആയിട്ട് അവൻ കയറിയിട്ടുണ്ട്. അതിനു മുമ്പേ ഞാൻ പള്ളിയിൽ പോകുമ്പോൾ വിളിച്ചാൽ അവൻ വരത്തില്ല. അവൻ സ്വയമേ എന്നുവെച്ചാൽ അവൻ ആതുർബാൽ എടുത്തിട്ടില്ല. അവൻ സ്വയമേവാണ് പറഞ്ഞ അമ്മ അവൻ്റെ ഒരു ഫ്രണ്ട് ഓട്ടർ ബോയ് ആയിട്ട് പോകുന്നുണ്ട്, അമ്മ ഞാനും പോട്ടേയും ചോദിച്ചു. ഞാൻ പറഞ്ഞു പോകാൻ പറഞ്ഞു. അങ്ങനെ അവനും രാവിലെ എല്ലാ ദിവസവും എൻ്റെ കൂടെ പള്ളിയിൽ വരുന്നുണ്ട്. ഞാൻ നിർബന്ധിച്ചിട്ടല്ല, അവൻ സ്വയമായി ആണ് എൻ്റെ കൂടെ എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ വരുന്നത്. ഇപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് വൈകുന്നേരം ജോമാല പഠിക്കുമ്പോൾ എല്ലാം അവർ തന്നെയാണ് മാതാവിൻ്റെ പ്രാർത്ഥനകളും എല്ലാം അവർ തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ആത്മീയമായി വളരാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത്, ഞാൻ ഉടമ്പടി എടുത്ത അന്ന് മുതൽ എല്ലാ മാസത്തിലും ഞാൻ വീട്ടിൽ പൊതിച്ചോറുണ്ടാക്കി 10-15 പൊതിയെടുത്ത് ഞാനും എൻ്റെ ചേട്ടനും കൂടെ സ്കൂട്ടിയിൽ കൊണ്ടു നടക്കും. വഴിയിൽ വിശന്നിരിക്കുന്നവരെ കാണുമ്പോൾ അവർക്ക് ഞങ്ങൾ കൊടുത്തു പോകും. അങ്ങനെ 1 വർഷത്തോളം ഞങ്ങൾ അങ്ങനെ ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് എൻ്റെ ചേട്ടന് പോകാൻ വേണ്ടി റെഡിയായപ്പോൾ എനിക്ക് സങ്കടമായി. കാരണം എൻ്റെ കൂടെ എനിക്ക് ഒറ്റയ്ക്ക് എങ്ങനെ ഇത് സ്കൂട്ടിയിൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു വലിയ കാടാണ്. ആ കാട് ക്ലീൻ ചെയ്യാൻ വേണ്ടി കുറേ തൊഴിലുറപ്പിലെ ആൻറ്റിമാർ അവിടെ കടന്നു വരികയും ഒരു ദിവസം മഴ പെയ്തപ്പോൾ അവർ എൻ്റെ സിറ്റൗട്ടിൽ വന്ന് കയറിയിരിക്കുകയും അവരവിടെ ഇരുന്നിട്ട് കൃപാസന മാതാവിനെ കുറിച്ചായിരുന്നു അവർ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരുന്നത്. അവരുടെ സംസാരം കേട്ടപ്പോൾ ഞാനും അവരുടെ കൂടെ പോയി ഇരിക്കുകയായിരുന്നു. അങ്ങനെ അവരെന്നോട് ചോദിച്ചു, മോക്ക് കൃപാസന മാതാവിനെ കുറിച്ച് അറിയാമോ, ഇങ്ങനെ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആൻറ്റി ഞാനും 1.5 വർഷം കൊണ്ട് ഉടമ്പടിയിലാണ് ഞാനും ജീവിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് സന്തോഷമായി. അങ്ങനെ അവരുടെ കാരുണ്യ പ്രവർത്തികളെ എന്നോട് പങ്കുവയ്ക്കാൻ തുടങ്ങി. അവരിങ്ങനെ ഒരേ മാസത്തിൽ ഇങ്ങനെ 150 പൊതി ചോറ് വീതം RCCയിലും മെഡിക്കൽ കോളേജിലും കൊണ്ട് കൊടുക്കാറുണ്ടെന്നും അങ്ങനെ അവരുടെ പ്രേക്ഷിത പ്രവർത്തനം പങ്കുവച്ചപ്പോൾ എനിക്കൊരാശ്വാസമായി. കാരണം ഞാൻ അന്വേഷിക്കുകയായിരുന്നു എനിക്ക് എങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചത് മാതാവി അവരെ എൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് എത്തിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അന്ന് മുതൽ ഞാൻ ചോദിച്ചു, ആൻറ്റി ഞാനും നിങ്ങളുടെ കൂടെ വരട്ടേയും ചോദിച്ചു. അവർ പറഞ്ഞു വരാൻ പറഞ്ഞു. അങ്ങനെ അവരുടെ ആ പ്രവൃത്തിയിൽ ഞാനും എല്ലാ മാസവും പോകാറുണ്ട്. അവരുടെ കൂടെ പോകാനും ചെയ്യും. പിന്നെ ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ സ്വന്തമായിട്ട് ഞാനും 10-15 പൊതി എടുത്തിട്ട് ഞാൻ നെയ്യാറ്റിങ്കര ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞാൻ ഡയറക്റ്റ് അവിടെ കൊണ്ട് കൊടുക്കും. അങ്ങനെ എനിക്ക് അങ്ങനത്തെ കാരുണ്യ പ്രവൃത്തി ചെയ്യാനും പറ്റുന്നുണ്ട്. പിന്നെ എൻ്റെ ചേട്ടനുള്ള സമയത്ത് തന്നെ ഞങ്ങൾ എന്തെങ്കിലും പൈസയുടെ ബുദ്ധിമുട്ട് വരുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കും മാതാവിൻ്റെ അടുത്ത്, മാതാവേ ഞങ്ങളുടെ ഈ ആവശ്യം എങ്ങനെയും നടത്തണമെന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ എന്തെങ്കിലും ക്യാഷ് കിട്ടുമ്പോൾ അതൊന്ന് ചെറിയൊരു ഓഹരി ഞാനും എൻ്റെ ചേട്ടനും കൂടെ ഏതെങ്കിലും മരുന്നിന് പൈസ ഇല്ലാത്ത ഏതെങ്കിലും ആശ്രമത്തിൽ പോയി അവർക്ക് ആ പൈസ ഞങ്ങൾ കൊടുക്കും. അങ്ങനെ എനിക്ക് കാരുണ്യ പ്രവൃത്തി ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ അവർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ് അവർ ഡിസംബർ മാസം മുതൽ ഒരു വൃദ്ധസദനത്തിൽ 2 മണിക്കൂർ ജോലിക്കായി പോകുന്നുണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഞാനും വരട്ടേയും ചോദിച്ചു. അങ്ങനെ അവരെന്നെ വീണ്ടും വിളിച്ചു അവിടെ ആ കൂട്ടായ്മയിലേക്ക്. അങ്ങനെ ഇപ്പോൾ 6 മാസം കൊണ്ട് ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 6:30 ആകുമ്പോൾ രാവിലത്തെ മാസ് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോകും. ആ വൃദ്ധസദനത്തിൽ പോയി അവർ കഴിക്കുന്ന പാത്രങ്ങൾ കഴുകി വയ്ക്കുകയും അവരുടെ തുണി അലക്കി കൊടുക്കുകയും അവരുടെ കൂടെ സമയം ചിലവഴിക്കുകയും എല്ലാം ചെയ്യും. ഞാൻ ഒരു വെള്ളിയാഴ്ച എല്ലാ വെള്ളിയാഴ്ചയാണ് ഞങ്ങൾ പോകുന്നത്. ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച എനിക്ക് പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവരെന്നോട് അന്വേഷിക്കും, എന്താ മോൾ ഈ ആഴ്ച വരാത്തതെന്ന്. ആ അപ്പാപ്പന്മാരൊക്കെ എന്നോട് സ്നേഹത്തോടെയാണ് ചോദിക്കുന്നത്. ഇന്ന് ഈ വെള്ളിയാഴ്ച എൻ്റെ കൂടെ ഉള്ളവർ പോയിട്ടുണ്ട്, പക്ഷേ എനിക്ക് പോകാൻ കഴിയിട്ടില്ല. ഞാൻ ഈ അടുത്ത ആഴ്ച പോകുമ്പോൾ അവരെന്നോട് ചോദിക്കും, എന്താ കഴിഞ്ഞ ആഴ്ച വരാത്തതെന്ന് ചോദിക്കും. കാരണം അവർക്കെല്ലാം ഒരു സ്നേഹമാണ് എന്നെ കാണുമ്പോൾ. അവരെല്ലാം എപ്പോഴും ചിരിക്കുക എന്നെ കാണുമ്പോൾ. അപ്പോൾ എൻ്റെ കൂടെ എപ്പോഴും ഈ മോനാണ് വരുന്നത് എല്ലായിടത്തും പോകുമ്പോൾ. എപ്പോഴും എന്നോട് ചോദിക്കും, അമ്മയെ കാണുമ്പോൾ എന്തിനാണ് അവരൊക്കെ ചിരിക്കുന്നതെന്ന് ചോദിക്കും. അമ്മയ്ക്ക് എങ്ങനെ അവരെയൊക്കെ അറിയാമെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയും, എനിക്ക് ആരെയും പരിചയമില്ല മോനെ, അവർ എന്നെ നോക്കി ചിരിക്കുമ്പോൾ ഞാനും തിരിച്ച് അവരെ നോക്കി ചിരിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ പ്രവർത്തനങ്ങൾ. മാതാവ് എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. എന്നും ഞങ്ങളും എൻ്റെ കുടുംബവും മാതാവിനോട് കടപ്പെട്ടിരിക്കും. സങ്കീർത്തനം 62-ാം അധ്യായം 5-ാം തിരുവചനം പറയുന്നു, ദൈവത്തിൽ മാത്രമാണ് എൻ്റെ ആശ്വാസം, അവിടെ നിന്നാണ് എനിക്ക് പ്രത്യാശ നൽകുന്നത്. റീജ ഫ്രാങ്ക്ലിൻ തൻ്റെ ജീവിത സാക്ഷ്യം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോയുടെ മുന്നിലൂടെ സമർപ്പിക്കുകയുണ്ടായി. തൻ്റെ ജീവിതാനുഭവങ്ങളുടെ ഒരു സാക്ഷ്യത്തിൻ്റെ പെരുമഴയായിരുന്നു ഒരൊറ്റ ശ്വാസത്തിൽ റീജ ഇവിടെ അവതരിപ്പിച്ചത്. നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് ഈശോയോട് നന്ദി പറയാം. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം കണ്ടിന്യൂസായി ഈ സഹോദരിയുടെ ജീവിതത്തിലും കുടുംബത്തിലും ഇടപെടലൂടെ ദൈവം കൂടെ സഞ്ചരിച്ച ഒരു വലിയ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. ഈ സഹോദരി പറയായിരുന്നു, 13 വർഷം വിവാഹം കഴിഞ്ഞ് 13 വർഷം മുതൽ 13 വർഷമായിട്ട് ആൾക്ക് വലിയ ടെൻഷനായിരുന്നു. ടെൻഷൻ വരുമ്പോഴെല്ലാം ആളുടെ ഇടതുവശം മുഴുവൻ ഒരു വേദന അനുഭവപ്പെട്ടിരുന്നു. ഇടത് കൈയുടെ വശത്ത്
ഡോക്ടറെ കണ്ടപ്പോൾ ഒരു സിംറ്റമോ ഒരു അസുഖത്തിൻ്റേതായ യാതൊരു ലക്ഷണങ്ങളോ ഇല്ല. അങ്ങനെ റീജ ഉടമ്പടി എടുക്കുവാനുള്ള ഒരു റീസൺ, ഭർത്താവിൻ്റെ ജോലി നഷ്ടപ്പെട്ടതും അവർക്കൊരു വീടില്ല, പല പ്രശ്നങ്ങളായിട്ടാണ് റീജ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. റീജയ്ക്ക് ആ വേദന മാറിയതോടുകൂടി വിശ്വാസമായി, എൻ്റെ അമ്മ എൻ്റെ കൂടെയുണ്ടെന്നുള്ളൊരു വലിയ വിശ്വാസം. എന്നെ ആരോ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നു, എനിക്ക് ജീവിതത്തിൽ ഇനി ഭയപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല എന്ന് റീജ ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അവർ എബ്രോഡിൽ താമസിച്ചിരുന്നപ്പോൾ അതെല്ലാം അവസാനിപ്പിച്ച് ഭർത്താവിനോട് നാട്ടിലേക്ക് തിരിച്ചു വരാൻ ആവശ്യപ്പെടുന്നു. ഇതെല്ലാം പരിശുദ്ധ അമ്മയുടെ ഇടപെടലാണെന്ന് റീജ ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇവിടെ വന്നതിന് ശേഷം അവർക്കൊരു വീട് വേണം. വീടിന് അവർക്ക് 5 സെൻറ്റ് സ്ഥലം മാത്രമേ ഉള്ളൂ. 5 സെൻറ്റ് സ്ഥലത്തിൽ വീട് പണിയാനായി അവർക്ക് ആരെയും അധികം പരിചയമില്ല. ബന്ധുക്കളുടെ അടുത്തു നിന്നും സഹോദരങ്ങളുടെ അടുത്തു നിന്നുമൊക്കെ അവർക്ക് പലിശയില്ലാതെ പണം ലഭിച്ചു. ഒരു നല്ല വീട് അവർക്ക് സാധ്യമായി. അതിന് ഈശോയോടും പരിശുദ്ധ അമ്മയോടും നന്ദി പറയുന്നു. അതിനുശേഷം പരിശുദ്ധ അമ്മ ഇവരുടെ ജീവിതം ക്രമീകരിക്കുകയാണ്. ഭർത്താവ് അവിടെ നിന്ന് വന്നതിന് ശേഷം അവരുടെ വീട് പണി പൂർത്തിയായി. വീണ്ടും അവർക്ക് ജീവിക്കണം, ജോലിയില്ല. ഹസ്ബൻഡിനെ വീണ്ടും കാനഡയിലേക്ക് പോകാനുള്ള പരീക്ഷയൊക്കെ പാസ്സായി അദ്ദേഹം കാനഡയിൽ പോയി. അവിടെ വീണ്ടും അവർക്ക് അദ്ദേഹത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുമ്പോൾ ഇവർ ശക്തമായി പ്രാർത്ഥിക്കുകയാണ്, അമ്മേ ഞങ്ങൾക്ക് ആരുമില്ല, ഞങ്ങൾക്ക് സഹായം നൽകണമേ, ഞങ്ങളുടെ ആവശ്യങ്ങളങ്ങ് നിറവേറ്റണമേ. പരിശുദ്ധ അമ്മ വീണ്ടും ഇടപെടുകയാണ്. അവർക്കെല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ ചെറുതും വലുതുമായ അസുഖങ്ങൾ ഇവർക്ക് സൗഖ്യപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. മകന് ഒരു ബ്രീത്തിങ് ട്രബിൾ ഉണ്ടായപ്പോൾ വേറൊന്നിലും സഹായമില്ല. ഉപ്പും തൈലവും പരിശുദ്ധ അമ്മയുടെ സാമീപ്യമാണ്. റീജയ്ക്ക് ഉറപ്പാണ്, പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചാൽ, മധ്യസ്ഥം അപേക്ഷിച്ചാൽ എൻ്റെ എല്ലാ കാര്യങ്ങളും സൗഖ്യമാക്കി തരും എന്നുറപ്പുള്ളതുകൊണ്ട് മകന് വേണ്ടി തൈലം പൂശി പ്രാർത്ഥിച്ചു. മകൻ്റെ ആ ബ്രീത്തിങ് ട്രബിൾ സൗഖ്യപ്പെട്ടു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ മകൾക്ക് മണ്ണ് അലർജിയാണ്. നമുക്ക് പലതരത്തിലുള്ള അലർജികൾ കേട്ടിട്ടുണ്ട്. ഇത് മണ്ണ് അലർജിയാണ്. അത് ഈ പരിശുദ്ധ അമ്മയുടെ ഇവിടെ നിന്ന് കൊണ്ടുപോയ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയും ഉപയോഗവും മൂലം മകളുടെ മണ്ണിൻ്റെ അലർജി സൗഖ്യപ്പെട്ടു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ റീജയ്ക്ക് സ്കൂട്ടി റൈഡ് ചെയ്യാനായി ഭയങ്കര പേടിയായിരുന്നു. പരിശുദ്ധ അമ്മ കൂടെയുള്ളപ്പോൾ നമ്മളല്ല പിന്നെ റൈഡ് ചെയ്യുന്നത്, പരിശുദ്ധ അമ്മയാണ് വണ്ടി ഓടിക്കുന്നതൊക്കെ. ആ ഉടമ്പടി എടുത്തതിന് ശേഷം തനിക്ക് നല്ല ധൈര്യമായി. ലൈസൻസ് ഉണ്ട്, പക്ഷേ വണ്ടി ഓടിക്കാൻ പേടിയായിരുന്നു. ആ പേടി മാറി. നമുക്ക് ധൈര്യം കിട്ടുക എന്നുള്ളത് വലിയ ഒരു സൗഖ്യമാണ്, ഒരു വലിയ സാക്ഷ്യമാണ്. നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. അതുപോലെ തന്നെ മകൻ ഒരു അൾത്താര ശുശ്രൂഷയായി ഉയർത്തപ്പെട്ടുവെന്ന് അവൻ്റെ തന്നെ 10 വയസ്സുള്ള ഈ മകൻ്റെ തന്നെ വലിയൊരു സാക്ഷ്യമാണ്. അവൻ്റെ ആഗ്രഹം അവൻ തന്നെ പ്രകടിപ്പിക്കുകയാണ്, അമ്മേ എനിക്ക് ഒരു അൾത്താര ശുശ്രൂഷയായി എനിക്ക് ശുശ്രൂഷ ചെയ്യണം, ഞാൻ പള്ളിയിലേക്ക് പോവുകയാണ്. അവരുടെ കുടുംബത്തിലുള്ള സാഹചര്യങ്ങളും കൂട്ടുകാരുമെല്ലാം ദൈവിക അനുഭവമുള്ളവരുള്ള സംഗതിയാണെന്ന് അവരിപ്പോൾ ഏറ്റുപറയുകയാണ്. നമ്മളെപ്പോഴും ദൈവാനുഭവമുള്ളവരുടെ കൂടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള കൂട്ടുകെട്ടുകളൊക്കെ ഉണ്ടാകും. പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാം. മകനെ അങ്ങനെ ഒരു വലിയ സ്ഥാനത്തേക്ക് ഉയർത്തിയതിന് നമുക്ക് ഈശോയോട് നന്ദി പറയാം. ഇന്ന് സഹോദരി പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യുന്ന സമയത്തുണ്ടായ നല്ലൊരു അനുഭവം പറയുകയാണ്. തൊഴിലുറപ്പുകാരുടെ കൂടെ ഞാൻ ഈ ഭക്ഷണമൊക്കെ എന്ത് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷനിലിരിക്കുമ്പോഴാണ് തൊഴിലുറപ്പ് ചേച്ചിമാർ പരിശുദ്ധ കൃപാസന അമ്മയെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അനുഭവം ചേച്ചി കേൾക്കാനിടയായത്. അവരോടുകൂടെ ആ പൊതിച്ചോറ് കൊടുക്കുവാനൊക്കെയുള്ള ഒരു നല്ല മനസ്സും അവരോടുകൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു നല്ല സാഹചര്യവും ചേച്ചിക്കുണ്ടായത് പരിശുദ്ധ അമ്മയുടെ സാമീപ്യമാണെന്ന് റീജ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. വൃദ്ധസദനത്തിൽ പോകുമ്പോൾ നമ്മുടെ പൈസയോ അല്ലെങ്കിൽ നമ്മുടെ വസ്തുക്കളോ ഒന്നുമല്ല വൃദ്ധസദനത്തിലുള്ളവർക്ക് ആവശ്യം. അവരോട് അല്പനേരം സംസാരിക്കുക, ഒന്ന് അവർ റിലാക്സ്ഡ് ആവാൻ നമ്മളെ സഹായിക്കുക. അവരിങ്ങനെ നോക്കിയിരിക്കുകയാണ്, എൻ്റെ മക്കൾ ഇന്ന് വരും. അപ്പോൾ അവിടെ കയറി ചേരുന്നവരെല്ലാം അവരുടെ സ്വന്തം മക്കളായി അവർ കാണുകയാണ്. അപ്പോൾ അവിടെയുള്ള വൃദ്ധരായ അപ്പൂപ്പന്മാരൊക്കെ ചോദിക്കുകയാണ്, മോൾ ഇനി എന്ന് വരും, കഴിഞ്ഞ ആഴ്ച എന്തേ വന്നില്ല. അപ്പം റീജയുടെ മക്കൾക്കതൊരു വലിയ പ്രചോദനമാണ്.
എന്തിനാ മമ്മി അവിടെ പോകുന്നത്, എന്തുകൊണ്ടാണ് അവർ മമ്മിയെ കാത്തിരിക്കുന്നത്? അപ്പോൾ റീജയുടെ ഹസ്ബൻഡും ഒക്കെ ഇപ്പോൾ ചെയ്യുന്നത് സ്വർഗത്തിലുള്ളൊരു വലിയ ഡെപ്പോസിറ്റാണ്. തങ്ങളുടെ ഭാവി ജീവിതത്തിലേക്ക് ഈശോയുടെ ബാങ്ക് അക്കൗണ്ടിലിടുന്ന വലിയൊരു ഡെപ്പോസിറ്റാണ്. നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ടുള്ള ഒരു വലിയ സാഹചര്യമാണ്. ഈശോയെ, ഞാനൊരിക്കലും അങ്ങയിൽ നിന്ന് ഒഴിഞ്ഞു പോവില്ല, പരിശുദ്ധ അമ്മയെ ഞാൻ അങ്ങയുടെ കൈവിട്ട് നടക്കില്ല എന്നൊരു വലിയ പ്രോമിസാണ് ഇവിടെ റീജയും കുടുംബവും ചെയ്തിരിക്കുന്നത്. എല്ലാ സാക്ഷ്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും വലിയൊരു കയ്യടി നൽകിക്കൊണ്ട് ഈ സാക്ഷ്യം നമുക്ക്